ഹായ് ആൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ നമ്മൾ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എല്ലാവരും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കാറ്റഗറി നമ്പർ ഏതായിരുന്നു? 563/2025 ആയിരുന്നു നോട്ടിഫിക്കേഷൻ. അതായത് നമ്മുടെ ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ എക്സാം വരുന്നത് നമുക്ക് നമ്മുടെ വാർഷിക കലണ്ടർ പ്രകാരം ജൂൺ ടു ഓഗസ്റ്റ് ആണ് സമയം തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതായി? ഫെബ്രുവരി. ഇനിയോ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ അല്ലേ? ഇനി നമ്മൾ ഫേസ് ചെയ്യേണ്ടത് 3 മാസമാണുള്ളത്. ഈ 3 മാസം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സിവിൽ പോലീസ് ഓഫീസറുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇതിന് നമുക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട്. അപ്പോൾ രണ്ടിനും ഒരുപോലെ ഊന്നൽ നൽകിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് CPO എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോബ് കിട്ടി അതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ട നിങ്ങൾ ഒന്ന് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ PETക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും ഇതിന് പാരലായിട്ട് തന്നെ നടത്തുക. അപ്പം നമുക്ക് ഒഫീഷ്യൽ സിലബസ് നോക്കിയാലോ? ഒഫീഷ്യൽ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതുകൂടാതെ ആനുകാലിക വിഷയങ്ങൾ, പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, പിന്നെയോ ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ, പിന്നെയോ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്. ഇങ്ങനെയാണ് നമ്മുടെ സിലബസിന് എന്ത് ചെയ്തിരിക്കുന്നത്? സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന മെയിൻ സെക്ഷനിൽ സബ് ടോപ്പിക്കായിട്ട് ഹിസ്റ്ററി, അതായത് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കല, കായികം, സാഹിത്യം, സംസ്കാരം, ഇത്രയുമാണ് പൊതുവിജ്ഞാനത്തിൽ വന്നിരിക്കുന്നത്. അതിൽ തന്നെ വെയിറ്റേജ് നോക്കിയാൽ ഹിസ്റ്ററിക്ക് 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5, ഇന്ത്യൻ ഭരണഘടന 8, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 3, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4, ഭൗതിക ശാസ്ത്രം 3, രസതന്ത്രം 3, കല, കായികം, സാഹിത്യം, സംസ്കാരം 4. ഇങ്ങനെയാണ് പൊതുവിജ്ഞാനത്തിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വെയിറ്റേജ് എന്ത് ചെയ്തിരിക്കുന്നത്? സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ആനുകാലിക വിഷയങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ്. നമ്മൾ ഇപ്പം നടന്നിരിക്കുന്ന വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആനുകാലിക വിഷയങ്ങളിൽ ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കാറ്. വെയിറ്റേജ് നോക്കിയാലോ 10 മാർക്കാണ് വെയിറ്റേജ്. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗം അല്ലെ? മാത്സ്, മെന്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന പാർട്ട് 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. പിന്നെ ജനറൽ ഇംഗ്ലീഷിനും 10, പ്രാദേശിക ഭാഷയായ മലയാളത്തിന് 10, അതേപോലെ സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്കാണ് വെയിറ്റേജ്. അപ്പോൾ ഏറ്റവും വെയിറ്റേജ് ഉള്ളത് ഏതാണ്? സ്പെഷ്യൽ ടോപ്പിക്കാണ്, 20 മാർക്ക്. അതിനുശേഷമുള്ള വെയിറ്റേജ് എന്ന് പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന ഭാഗത്തിനാണ് പിന്നീട് വെയിറ്റേജ് 10 മാർക്ക്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആൻഡ് കറണ്ട് അഫയേഴ്സ് അതിനാണ് 10 മാർക്ക്. പിന്നെയോ 8 മാർക്കായ ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ് അടുത്ത വെയിറ്റേജ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക്, പിന്നെയോ മാത്സ്, പിന്നെയോ ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ ഭരണഘടന. ഈ ഇന്ത്യൻ ഭരണഘടന ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് അവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക. മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നല്ല അതിന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഏറ്റവും വെയിറ്റേജുള്ള ഭാഗം ഏതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്നതിൽ ഹിസ്റ്ററിക്ക് 5 മാർക്കാണ് വെയിറ്റേജ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹിസ്റ്ററിക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്ന് നോക്കിയാലോ? അതിൽ നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, വേൾഡ് ഹിസ്റ്ററി പഠിക്കണം. അതിൽ കേരള ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം, ഇത്രയുമാണ് കേരള ഹിസ്റ്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലോ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. അടുത്തത് വേൾഡ് ആണ്. അതിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ.
ഇത്രയുമാണ് നമ്മുടെ ഹിസ്റ്ററിയിലുള്ളത്. അപ്പം നന്നായിട്ട് പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, SCERT ടെക്സ്റ്റ് ബുക്കും NCERT അത് ക്ലബ് ചെയ്ത് തന്നെ പഠിക്കുക. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ ഡെപ്തിൽ തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, SCERT മാത്രം ഫോളോ ചെയ്താൽ പോരാ, NCERT ടെക്സ്റ്റ് ബുക്കും നന്നായിട്ട് ഫോളോ ചെയ്തിട്ട് അതിൽ ഈ ഒരു ഹിസ്റ്ററിയുടെ ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ഡേറ്റ്സ് ഒക്കെ ഓർമ്മിച്ച് വെച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. എങ്കിലാണ് നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് മാക്സിമം മാർക്കായ 5 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുക. അടുത്തത് എന്താണ്, നമ്മുടെ ജിയോഗ്രഫി അല്ലേ. വെയിറ്റേജ് എത്രയാണ്? 5 മാർക്കാണ് വെയിറ്റേജ്. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ട്രോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇത്രയാണ് നമ്മുടെ ജിയോഗ്രഫിന്റെ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ജിയോഗ്രഫി. അതായത് ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തര പർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇനി അടുത്തത് എന്താണ്? കേരള ജിയോഗ്രഫി അല്ലെ, കേരളത്തിന്റെ ഭൂമിശാസ്ത്രം. അതിൽ ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അടുത്തത് എന്താണ്? ധനതത്വശാസ്ത്രം അല്ലെ, എക്കണോമിക്സ്. എത്ര മാർക്കാണ് വെയിറ്റേജ്? 5 മാർക്ക്. നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അതായത് 1 മാർക്ക് പോലും പോവാൻ പറ്റില്ല, അതായത് ഒരു നെഗറ്റീവ് മാർക്കും വരാൻ സാധ്യതയില്ലാത്തൊരു മേഖലയാണ് നമ്മുടെ ധനതത്വശാസ്ത്രം എന്ന് പറയുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അതിൽ ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷനുകൾ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇനി അടുത്തത് എന്താണ്? വെയിറ്റേജ് കൂടുതലുള്ള ഭാഗം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന. വെയിറ്റേജ് എത്രയാണ്? 8 മാർക്ക്. ഭരണഘടന നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44, 52, 73, 74, 86, 91, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത്രയുമാണ് അതിൽ പഠിക്കാനുള്ളത്. അടുത്തത് എന്താണ്? കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും. വെയിറ്റേജ് എത്രയാണ്? 3 മാർക്കാണ് വെയിറ്റേജ്. കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. അടുത്തത് എന്താണ്? നമ്മുടെ ബയോളജി, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. 4 മാർക്കാണ് വെയിറ്റേജ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്തത് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം. വെയിറ്റേജ് എത്രയാണ്? 3 മാർക്കാണ് വെയിറ്റേജ്. ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3ാം ചലന നിയമം, ആക്കം, പ്രൊജക്റ്റൈൽ മോഷൻ, 3ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. പ്രകാശം, ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അടുത്തത് ശബ്ദം, വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പ്രതിപതനം. അടുത്തതോ ബലം, വിവിധ തരം ബലങ്ങൾ, ഘർഷണം, ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവക മർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ, കൊഹീഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം.
അടുത്തത് ഗുരുത്വാകർഷണം. അഭികേന്ദ്രബലം, അപകേന്ദ്രബലം, ഉപഗ്രഹങ്ങൾ, പാലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം. താപം, താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത. അടുത്തത് പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധതരം ഉത്തോലകങ്ങൾ. അടുത്തത് എന്താണ്? രസതന്ത്രം അല്ലെ. തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയം. മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ. അടുത്തത് കല, കായികം, സാഹിത്യം, സംസ്കാരം. വെയിറ്റേജ് 4 മാർക്ക്. അതിൽ കല. കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തമായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. കായികം. കായിക രംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്. പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ. പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം. കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്. വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ. ദേശീയ ഗെയിംസ്, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ അഥവാ വിനോദങ്ങൾ. സാഹിത്യം, മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ. ആദ്യ കൃതികൾ, കർത്താക്കൾ. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. കഥാപാത്രങ്ങൾ, കൃതികൾ. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. സംസ്കാരം, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക്. ലഘുഗണിതവും മാനസിക ശേഷിയും, നിരീക്ഷണ പാടവ പരിശോധനയും. ലഘുഗണിതം 5 മാർക്ക്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ പ്രോഗ്രഷനുകൾ. മാനസിക ശേഷിയും നിരീക്ഷണ പാടവ പരിശോധനയും. ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന. സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. ഇനി അടുത്തത് എന്താണ്? ജനറൽ ഇംഗ്ലീഷ്. വെയിറ്റേജ് 10 മാർക്ക്. അതിൽ 2 സെഷൻസ് ഉണ്ട്, ഗ്രാമർ പാർട്ടും വെക്കാബുലറി പാർട്ടും. അതിൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, agreement of subject and verb, articles, uses of primary and modal auxiliary verbs, question tags, infinitive and gerunds, tenses in conditional sentences, prepositions, the use of correlative, direct and indirect speech, active and passive voice, correction of sentences, degrees of comparison. ഇനി vocabulary part ആണെങ്കിലോ singular and plural, change of gender, collective nouns, word formation from other words and use of prefix or suffix, compound words, synonyms, antonyms, phrasal verbs, foreign words and phrases, one word substitutes, words often confused, spelling test, idioms and their meanings, expansion and meaning of common abbreviations. അടുത്തത് പ്രാദേശിക ഭാഷകൾ.
അതായത് നമുക്ക് വേണ്ടത് മലയാളമാണ്. മലയാളത്തിന് വെയിറ്റേജ് 10 മാർക്കാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലേ. തസ്തികകളുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. വെയിറ്റേജ് എത്രയാണ്? 20 മാർക്ക്. അതിൽ പാർട്ട് 1 4 മാർക്കാണ്. അതെന്താണ്? BNS 2023, അതായത് ദ ഭാരതീയ ന്യായ സംഹിത, ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ്, സെക്ഷൻസ് 2.3, 2.4, 2.8, 2.13, 2.14, 2.28, 3.5 ഇത്രയാണുള്ളത്. ഇനി എന്താണ്? പണിഷ്മെന്റ്, സെക്ഷൻ 4 and 11. ജനറൽ എക്സെപ്ഷൻസ്, സെക്ഷൻസ് 14 and 17, 15 and 16, 18, 19, 20 and 21, 22, 23 and 24, 25 to 30, 31, 32, 33, 34 to 44. അടുത്തത് ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്, സെക്ഷൻസ് 63 to 66, 67, 68, 69, 70, 71, 72, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85 and 86, 87, 88 to 90, 93, 94, 95, 96, 97, 98 and 99. അടുത്തത് ഒഫൻസസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി, സെക്ഷൻസ് 100 and 105, 101 and 103, 102, 103 bar 2, 104, 106, 107 and 108, 109, 110, 111, 112, 113, 114 and 15, 116 and 117, 118, 119, 120, 121, 124, 125, 126, 127, 129, 130, 137, 138, 143, 145 and 146. അടുത്തത് ഒഫൻസസ് അഗെയിൻസ്റ്റ് ദ പബ്ലിക് ട്രാങ്ക്വിലിറ്റി, സെക്ഷൻസ് 189, 191, 194, 195, 196 and 197. Offenses by or relating to public servants, sections 198, 119, 199, 200, 201, 202, 203, 204, 205. അടുത്തത് offenses against property, sections 303, 304, 308, 309, 310, 314, 316, 317, 318, 319, 324 to 328, 329, 330. അടുത്തത് പാർട്ട് 2 3 മാർക്കാണ് വെയിറ്റേജ്. ദ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. ഡെഫിനിഷൻസ്, സെക്ഷൻ 2A, 2C, 2G, 2H, 2K, 2L, 2O, 2X, 2Y, 2Z. അടുത്തത് powers of superior officers of police and aid to the magistrates and the police, section 30, 31, 32, 33 and 34. Arrest of persons, section 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46 and 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60 and 61. അടുത്തത് summons and warrant, section 63, 64, 65, 66, 67, 68, 69, 70, 72, 73, 74, 75, 76, 77, 78, 79, 80, 81 and 82. Search and seizure, 96, 97, 98, 100, 102 to 104, 105, 106, 107, 108, 109, 110. Maintenance of public order and tranquility, sections 148, 149, 150, 151. Preventive action of the police, sections 168, 169, 170, 171, 172. Information to the police and the powers to investigate, sections 173, 174, 175, 176, 177, 178, 179, 180, 181, 182, 183, 184, 185, 186, 187, 188, 189,
90, 191, 192, 193, 194, 195 ആൻഡ് 196. അടുത്തത് പാർട്ട് 3, 2 മാർക്കാണ് വെയിറ്റേജ്. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023, സെക്ഷൻസ് 2D, 2E, 2F, 2G, 2K. Confession 22, 23, 24. Statements by person who cannot be called as witness. Sections 26, 27, 28, 29, 30, 31, 32. Opinions of third persons when relevant. Sections 39, 40, 41, 42, 43, 44, 45. Part 4, Kerala Police Act 2011, 3 മാർക്കാണ് വെയിറ്റേജ്. സെക്ഷൻസ് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. General duties of police. The functions of the police. Citizens have the right to efficient police service. Right of the public at police stations. Kerala Police. Special wings, units, branches, squads. Behavior of police officers. Police to keep information confidential. Police and public may keep audio or video or electronic records. Entry in private places. Police to interfere for preventing offense. Lawful directions of police to be complied with. Police to attempt to locate missing persons. Police to regulate and control traffic. Community policing. Action on the occasion of fire, disaster or accident. Regulating nuisance caused by noise. Special police officers. Penalty for interfering in the functions of the police. Penalty for causing grave violation of public order or danger. Punishment for atrocities against women. Penalty for causing nuisance and violation of public order. അടുത്തത് NDPS Act 1985, 2 മാർക്കാണുള്ളത്. അപ്പോൾ അതിൽ ചാപ്റ്റർ 1 ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ചാപ്റ്റർ 4 ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. സെക്ഷൻ 25, സെക്ഷൻ 27, സെക്ഷൻ 28, സെക്ഷൻ 31A, സെക്ഷൻ 37, ചാപ്റ്റർ 5A forfeiture of illegally acquired property. Section 68F seizure or freezing of illegally acquired property. The protection of children from sexual offences Act 2012, 2 marks. Section 1, Section 3, Section 4, Section 7, Section 8, Section 11, Section 12, Section 16, Section 22, Section 23. അടുത്തത് നമ്മുടെ IT ആക്ട്. അതിന് 2 മാർക്കാണ് വെയിറ്റേജ്. സെക്ഷൻ 43, 43A, സെക്ഷൻ 65, സെക്ഷൻ 66, സെക്ഷൻ 66B, സെക്ഷൻ 66C, 66D, 66E, 66F, 67, 67A, 67B, 72, 77B and 78. അടുത്തത് നമ്മുടെ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, സെക്ഷൻ 2F, സെക്ഷൻ 8, സെക്ഷൻ 9, സെക്ഷൻ 11. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുടെ ഒഫീഷ്യൽ സിലബസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ടിക്ക് ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്ക് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കാം. നല്ലൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി നിങ്ങളെ സമയത്തിന് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനി വരാനിരിക്കുന്ന 3 മാസം നല്ല രീതിയിൽ പഠിച്ച് ഈ ഒരു പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിന് നിങ്ങളോട് കൂടെ മിനിറ്റ് ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ സംബന്ധമായിട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒരു ഡൗട്ട് ഫോം ഉണ്ട്, അതിൽ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. അപ്പം നമ്മുടെ മെൻറ്റർ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻസ് തരും. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ എന്താണ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു OMR പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് മാത്രമല്ല, മറ്റൊന്നു കൂടിയുണ്ട്. എന്താണ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അതിന് വേണ്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് പാരലായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരാതെ മെയിൻ ലിസ്റ്റിൽ തന്നെ, അതും ടോപ്പ് മോസ്റ്റിൽ നിങ്ങൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇന്ന് എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവൈലബിൾ ആണ്, ഏത് രീതിയിൽ വേണമെങ്കിലും അല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. മിൻറ്റ് ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട്
കൂടെയുണ്ട്. അപ്പോൾ മികച്ച പഠനം മിൻറ്റിനോടൊപ്പം നല്ല രീതിയിൽ പഠിക്കുക. ഈ വീഡിയോ ഒഫീഷ്യൽ സിലബസിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.